ചൂട് കൂടുമ്പോൾ കെ.എസ്.ഇ.ബിയുടെ വക കൂടി ഇരുട്ടടി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഒരു അപ്രഖ്യാപിത പവർ കട്ട്, അതും പീക്ക് സമയങ്ങളിൽ നമ്മളിങ്ങനെ ചൂടെടുത്തിരിക്കുന്ന രാത്രി 10 മണി മുതലൊക്കെയാണ് ഇത്തരം പവർ കട്ട്, അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടാകുക. ഇന്നലെ ഒരു 10:30 തന്നെ നമ്മൾ വീട്ടിലിരുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുക? മറ്റൊരവസരത്തിലാണെങ്കിൽ അത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. പക്ഷേ ഈ ചൂടുകാലത്ത് അതിനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കെ.എസ്.ഇ.ബി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എവിടെയാണ് പോയത് ഒന്നും അറിയാത്ത പോലെയാണ് അവർ പ്രതികരിച്ചത്. അപ്പോൾ ലോഡ് ഷെഡിംഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ലോഡ് ഷെഡിംഗ് ഒന്നുമില്ല, നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷേ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ, പവർ കട്ട് ഉണ്ടെന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് സമ്മതിക്കുകയാണ് ചില കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ. പാലക്കാട് നെന്മാറ കെ.എസ്.ഇ.ബി ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് സമ്മതിച്ചത്. ഒരു ദിവസം 2 തവണയായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകർ അർദ്ധരാത്രി നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിച്ചത്. പൊതുവിൽ പറയുന്നത് മന്ത്രി വരെ പറഞ്ഞ ലോഡ് ഷെഡ് ഇല്ല എന്നാണ്. ഞങ്ങളിതിപ്പോ രാത്രി കിടന്നുറങ്ങാൻ പറ്റാണ്ട് പല ആളുകളുടെയും പ്രയാസങ്ങൾ പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അറ്റ്ലീസ്റ്റ് നെന്മാറയിലെ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ പവർ കട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ അങ്ങനെ ഒരു പവർ കട്ടില്ല, നിങ്ങളുടെ ഏരിയയിൽ മാത്രമായിരിക്കണം എന്ന് പറഞ്ഞ് നൈസായിട്ട് തന്നെ ഒഴിവാക്കി വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ജിൽസി ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കാത്തത് കൊണ്ടായിരിക്കാം ആ രീതിയിൽ മറുപടി ലഭിച്ചത്. നമുക്കറിയാം, സംസ്ഥാനത്തെ എല്ലാ സബ്സ്റ്റേഷന് കീഴിലും ഈ രീതിയിലുള്ള ഈ നിയന്ത്രണം ഉണ്ട്. ഇന്നലെ രാത്രി 12:30 കൂടിയാണ് വൈദ്യുതി മുടങ്ങിയതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.ഇ.ബിയുടെയും പ്രവർത്തകർ നെന്മാറ കെ.എസ്.ഇ.ബി ഓഫീസിലേക്ക് പോയത്. ആദ്യം ഇവർ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഈ ലോഡ് ഷെഡിംഗ് ഉണ്ട്, അത് 2 തവണയായി നടത്താനാണ് നിർദ്ദേശം എന്ന് പറയുന്നു. പ്രദീപ് നെന്മാറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയത്. ആദ്യം ഈ നിയന്ത്രണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നീട് ഈ തുടരെ നിയന്ത്രണമാണോ എന്ന് ചോദിച്ചപ്പോഴല്ല, 2 തവണയായിട്ടാണ് ഒരു ദിവസം നിയന്ത്രണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ നിയന്ത്രണം ശക്തമായി തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. യെസ്, അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് കെ.എസ്.ഇ.ബിക്ക് വൈദ്യുതി ഷോർട്ടേജ് കൂടി ഉണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി ഇന്നലെ വന്നിരുന്നു. 200 മെഗാവാട്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. അതാണെങ്കിൽ പവർ പൂളിൽ നിന്ന് കിട്ടാനുമില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇങ്ങനെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന പരസ്യവാചകത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും പവർ കട്ട് അനുഭവിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ. അതും ഈ കൊടും ചൂടിൽ ഒരു വലിയ ഇരുട്ടടി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എത്ര കണ്ട് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് അത് പ്രായോഗികമല്ല എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയാണെങ്കിലും നെന്മാറയിലേക്ക് ഇങ്ങനെ ആളുകളൊക്കെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇടിച്ചു കയറുകയും അവിടെ നിന്ന് ഈ ഒരു അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടെന്ന് പറയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് എന്ന് കൂടിയാണ് സാജിദിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്.